യുകെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തിന് യുകെയിലെ ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണമെന്ന്. എന്നാൽ ഇതേ പ്രശ്നം മറ്റൊരു രൂപത്തിൽ, അതായത് മറ്റൊരു പേരിൽ നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ സൊസൈറ്റൽ ഹാർമണിയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. യുകെയിലെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യാതെ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. യുകെയിലെ പാക് ഗ്രൂമിംഗ് ഗ്യാങ്സിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പാക് ഗ്രൂമിംഗ്സ് ഗ്യാങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും യുകെയിൽ കുടിയേറിയ മുസ്ലിം പശ്ചാത്തലമുള്ളവർ നടത്തുന്ന സംഘടിത ലൈംഗിക കുറ്റകൃത്യത്തെയാണ്. 11നും 16നും ഇടയിൽ പ്രായമുള്ള വെളുത്ത വർഗ്ഗക്കാരായ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി ഗ്രൂം ചെയ്യാൻ കൃത്രിമവും നിർബന്ധിതവുമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാലാണ് ഈ ഗ്രൂപ്പുകളെ ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്നു വിളിക്കുന്നത്. ഇതിനായി ഇവർ ചെയ്യുന്നത് ശിഥിലമായ കുടുംബങ്ങളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതോ ആയ വെളുത്ത വർഗ്ഗക്കാരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് അവരോട് അടുപ്പവും സ്നേഹവും നടിച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി പ്രണയത്തിന്റെ കെണിയിൽ വീഴ്ത്തുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കെണിയിൽ വീഴുന്ന പെൺകുട്ടികളെ ഇവർ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടം കൊണ്ടും ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ചൂഷണം തീരുന്നില്ല. ഇത്തരം ഗ്യാങ്ങുകളിലെ മറ്റുള്ള അംഗങ്ങൾ പിന്നീട് ഭീഷണിപ്പെടുത്തി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവരുടെ ലൈംഗിക അടിമയായി മാറുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി ഗ്യാങ്ങുകൾ ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പരസ്പരം ലൈംഗിക അടിമകളായ ഈ പെൺകുട്ടികളെ വച്ചുമാറാറുമുണ്ട് എന്നത് ഇതിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളുടെ ദൈന്യത എത്രമാത്രം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എത്രമാത്രം മെന്റൽ ട്രോമയിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും വിഷമമാണ്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലവ് ജിഹാദ്. ഇവിടെ ഗ്രൂമിങ്ങിനായി ഇരകളുടെ മുസ്ലിം പെൺകുട്ടികളായ സുഹൃത്തുക്കളെയും ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടുമായിച്ച് തട്ടുമിടിക്കുന്നതൊക്കെ ഈ ഗ്രൂമിങ്ങിന്റെ ഭാഗമായി ചെയ്യുന്നത് തന്നെയാണ്. വിവാഹത്തിനു മുൻപുള്ള ലൈംഗിക ബന്ധം നമ്മുടെ ചില പെൺകുട്ടികൾ അംഗീകരിക്കാൻ മടിക്കുന്നതുകൊണ്ട് അവർ ഇവിടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും 2-3 വർഷം ഉപയോഗിച്ചതിനു ശേഷം മൊഴിചൊല്ലി ബന്ധം ഉപേക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നിലവിലുള്ള ഭർത്താവിന്റെ ബന്ധുവോ സുഹൃത്തോ ഇവരെ ചൂഷണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ചെയിൻ തുടർന്നു പോവുകയാണ്. ഇതിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്തെന്നാൽ ഈ ഗ്രൂമിംഗ് ഗ്യാങ് അവകാശപ്പെടുന്നത് ഈ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി വയ്ക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള അവകാശം അവരുടെ മതപുസ്തകം അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളും ചില ഗ്രൂപ്പുകൾ ഇപ്പോഴും അടിമത്തത്തെ ന്യായീകരിക്കുന്നതുമായി ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് കുറ്റവാളികളെ മുഴുവൻ നീതിപീഠത്തിനു മുൻപിൽ കൊണ്ടുവരാനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കി ഈ പീഡന സംഘങ്ങൾക്ക് കടിഞ്ഞാണിടാനും യുകെ ഭരണകൂടത്തിനു കഴിയുന്നില്ല എന്നത് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല, ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. ഈ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. നടപടിയെടുക്കുന്നവർ വംശീയവാദി എന്ന് മുദ്രകുത്തപ്പെടുമോ എന്ന ഭയമാണ് അതിൽ ഒന്നാമത്തേത്. വംശീയതയോ ഇസ്ലാമോഫോബിയയോ ആരോപിക്കപ്പെടുമെന്ന ആശങ്കകൾ കാരണം ചില അധികാരികളും രാഷ്ട്രീയക്കാരും ഈ പ്രശ്നത്തെ നേരിടാൻ മടിക്കുകയാണ്. ഇതിന് സമാനമാണ് നമ്മുടെ നാട്ടിലെ സംഘി ചാപ്പയടി. സംഘി ചാപ്പയെ പേടിച്ചും ഇസ്ലാമിക് വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനും വേണ്ടി നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് ഇതുതന്നെയാണ്. സങ്കീർണവും ആഴത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സർക്കാരുകൾ, സിവിൽ സമൂഹം, കമ്മ്യൂണിറ്റി നേതാക്കൾ, വ്യക്തികൾ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ളവരുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ബ്രിട്ടനിലെ സംഭവ വികാസങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പോലുള്ള സംഘടിത കുറ്റവാളികളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യൂറോപ്പിലെങ്ങും അത് ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. സാമൂഹിക ജാഗ്രതയാണ് സംഘടിത തിന്മകൾക്കെതിരെ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. അതുപോലെ നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത കണ്ടന്റുമായി ഉടൻ വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചർച്ചകൾ തുടങ്ങട്ടെ.